യെസ്, അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് രാത്രി വന്നിരിക്കുകയാണ്. PSG വേഴ്സസ് ഇന്റർ മിലാൻ മ്യൂണിക്കിൽ വെച്ച്. സോ മ്യൂണിക്കിൽ ഇതിനു മുമ്പ് 5 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടന്നതിൽ 4 നമുക്ക് പുതിയൊരു ചാമ്പ്യൻസ് ലീഗ് വിന്നറിനെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് PSG-യുടെ ഊഴമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതിന് ഇതിനു മുമ്പ് മാർസെ വേഴ്സസ് മിലാൻ മത്സരം നടന്ന ഫൈനലും ഇവിടെ മ്യൂണിക്ക് വെച്ചാണ്. അന്ന് മാർസെ മിലാനെ തോപ്പിച്ച് ആദ്യമായിട്ട് ഫ്രഞ്ച് ലീഗിലോട്ട് ചാമ്പ്യൻസ് ലീഗ് പോയതുമാണ്. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഇപ്പൊ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ഓട് നോക്കാനായിട്ടാണെങ്കിൽ 56.6% ഓളം എന്നാ പറയാ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് PSG ആണ്. അപ്പുറത്ത് 43.4 സംതിങ് ആണ് ഇന്റർ മിലാന്റെ ഓട്സ്. സോ ഈ ഒരു മത്സരത്തിൽ 2 ടീമും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഫേസിൽ PSG ഒരല്പം നിറമങ്ങിയെങ്കിലും നോക്കൌട്ട്സിൽ എല്ലാവരെയും ഇംപ്രസ് ചെയ്തുകൊണ്ട് 3 ഇംഗ്ലീഷ് ടീമുകളെ അടിച്ച് പുറത്താക്കിക്കൊണ്ടാണ് PSG അടുത്ത റൗണ്ടിലോട്ട്, അതായത് ഫൈനലിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പുറത്ത് ഇന്റർ മിലാൻ നമുക്കറിയാം, വൺ ഓഫ് ദ എപ്പിക് സെമി ഫൈനൽസ്. ഈ ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക നോക്കൌട്ട് ഫേസ് മത്സരം എന്ന് പറഞ്ഞാൽ 2 ലെഗ് ബാർസയ്ക്ക് അഗേൻസ്റ്റ് 7-6 അഗ്രിഗേറ്റ് കയറി വന്നത്. അതൊരു 1-1.5 മത്സരമായിരുന്നു. ആൻഡ് PSG നമ്മൾ നോക്കാനാണ് ഫസ്റ്റ് മാച്ച് ജിറോണയോട് ജയിച്ചതിന് ശേഷം അടുപ്പിച്ച് 4 മാച്ചുകൾ വിജയം അറിഞ്ഞിട്ടില്ല. അതിൽ ബയണിനോടും അത്ലറ്റിക്കോടും ഒക്കെ തോക്കുന്നു. അതിനുശേഷം അവസാനം 3 മാച്ച് മസ്റ്റ് വിൻ ആവുന്നു. സാൾസ്ബർഗിനെ തോൽപ്പിക്കുന്നു. സിറ്റിക്ക് അഗേൻസ്റ്റ് 2-0 പുറകിൽ പോയതിനു ശേഷം 4-2 കംബാക്ക് നടത്തുന്നു. അതിനുശേഷം ലാസ്റ്റ് മാച്ച് സ്റ്റുട്ട്ഗാർട്ടിന് അഗേൻസ്റ്റ് മസ്റ്റ് വിൻ മാച്ച്. ഡെമ്പലിലെ മാസ്റ്റർ ക്ലാസ് നമ്മൾ കണ്ടതാണ്. സ്റ്റുട്ട്ഗാർട്ടിനെ 4-1 തകർത്ത് അത് സ്റ്റുട്ട്ഗാർട്ട് എവേ ചെന്ന് 4-1 സ്റ്റുട്ട്ഗാർട്ടിനെ തോൽപ്പിച്ച് അവർ 15ാമത് ഫിനിഷ് ചെയ്ത് മറ്റേ എലിമിനേറ്റേഴ്സിൽ കളിച്ചത് ബ്രസ്റ്റിനെ ആയിരുന്നു. സോ അവരെ അഗ്രിഗേറ്റ് 10-0 തോൽപ്പിച്ചുമാണ് പിന്നെ ക്വാളിഫൈ ചെയ്യുന്ന റൗണ്ട് ഓഫ് 16 അതേസമയത്ത് ഇന്റർ മിലാൻ ഗ്രൂപ്പ് ഫേസിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡുള്ള ടീമായിരുന്നു. ആകെപ്പാട് ഒരേ ഒരു ഗോളാണ് അവർ വഴങ്ങിയത്. ലെവർകൂസനോടുള്ള തോൽവിയും മാഞ്ചസ്റ്റർ സിറ്റിയോടുള്ള സമനിലയും അത് ഒഴിച്ച് നിർത്തിയാലും ബാക്കി അവശേഷിക്കുന്ന എല്ലാ മാച്ചും ജയിച്ചുകൊണ്ട് അവർ ഗ്രൂപ്പ് ഫേസിൽ 4ാമത് ഫിനിഷ് ചെയ്ത് അടുത്ത റൗണ്ടിലോട്ട് കിടക്കുമായിരുന്നു. അതിനുശേഷം റൗണ്ട് ഓഫ് 16 ഫെയിനോടായിരുന്നു. കാര്യങ്ങൾ എളുപ്പമായി കംഫർട്ടബിൾ ആയിട്ട് കിടന്നു. അതിനുശേഷം റൗണ്ട് ഓഫ് 8 ബയൺ മ്യൂണിക് ആയിരുന്നു. 4-3 അഗ്രിഗേറ്റ് ആണ് കരുതുന്നത്. കുറച്ച് ഡിഫിക്കൽട്ട് ഫിക്സർ ആയിരുന്നു. ബട്ട് അതിനുശേഷമാണ് ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് 7-6 അക്കർബിയുടെ ലാസ്റ്റ് മൊമെന്റ് ഗോൾ. നമ്മള് അപ്പുറത്ത് PSG-യുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അവര് റൗണ്ട് ഓഫ് 16 കളിച്ചത് ലിവർപൂളിനെയാണ്. ഗ്രൂപ്പ് ഫേസിൽ 1ാമത് ഫിനിഷ് ചെയ്ത ലിവർപൂൾ ഈ സീസണില് ആ ഒരു ഫേസിൽ ചാമ്പ്യൻസ് ലീഗ് ഫേവറേറ്റ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്ന ലിവർപൂൾ അവർക്ക് അഗേൻസ്റ്റ് ഫസ്റ്റ് ലെഗ് ഹോമിൽ 1-0 തോക്കുന്നു. സെക്കൻഡ് ലെഗ് 1-0 ആൻഫീൽഡിൽ തന്നെ ജയിക്കുന്നു. പെനൽറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ചു കയറുന്നു. അതിനുശേഷം ആസ്റ്റൺ വില്ലയ്ക്ക് അഗേൻസ്റ്റ് ഹോമിൽ 3-1 ജയിക്കുന്നു. സെക്കൻഡ് ലെഗിൽ കുറച്ച് കാര്യങ്ങൾ ഡിഫിക്കൽട്ടായി, പക്ഷേ ആ ഒരു ഗോൾ ക്രിക്കറ്റിൽ കടന്നു കയറുന്നു. എനിക്കൊന്ന് PSG-നെ ഏറ്റവും വെള്ളം കുടിപ്പിച്ച ഒരു സൈഡ് ആസ്റ്റൺ വില്ലയാണെന്ന് തോന്നുന്നു ആ സെക്കൻഡ് ലെഗിൽ. അതിനടുത്തത് നമുക്കറിയാം റയൽ മാഡ്രിഡിനെ തോപ്പിച്ചു വരുന്ന ആർസണൽ. വളരെ കോൺഫിഡൻ്റ് ആയി വന്ന ആർസണൽ 2 ലെഗിൽ ഹോമിലും എവയിലും തോപ്പിച്ചുകൊണ്ട് ഫൈനലിലോട്ടും കടന്നിരിക്കുകയാണ്. സോ അപ്പുറത്ത് ഇന്റർ മിലാന്റെ ടീം നോക്കുമ്പോഴേക്കും നമുക്കറിയാം ഒരു കുറച്ച് സർപ്രൈസ് ആണ് അല്ലേ. കാരണം എല്ലാവരും യൂത്തിലോട്ട് പോകുന്നു. ഇന്റർ മിലാന്റെ ആവറേജ് ഏജ് 29 ആണ്. 30ക്ക് അടുത്താണ്. 29 പോയിന്റ് സംതിങ് ആണ്. 30 അടുത്താണ്. സോ ഇന്റർ മിലാൻ ടീം നമ്മൾ നോക്കാനായിട്ടാണ് അക്കർബി, മിക്കിതാരിയൻ, ഈവൻ ഡംഫേഴ്സ് ആണെങ്കിലും 30സിലോട്ട് അപ്രോച്ച് ചെയ്യാണ്. പവാഡ് അതിനടുത്തായി. അതുപോലെ തന്നെ ധാരാളം സോമർ. സോ ഇങ്ങനെ ധാരാളം എന്താ പറയുക ടറേമി ഒക്കെ പോലത്തെ അർട്ടഡോവിച്ച് ഇഷ്ടം പോലെ 30 കഴിഞ്ഞ പ്ലേയേഴ്സ് ഈ ടീമിലുണ്ട്. സോ അതിനകത്ത് തന്നെ ഇന്റർ മിലാൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്താ പറയുക റിയലി സർപ്രൈസ് ആണ് പലർക്കും അല്ല. പലരും യങ് യൂത്ത് ഫേസിലോട്ട് പോകുന്നു. ഇന്റർ മിലാൻ ഇപ്പോഴും ആ ഒരു ഓൾഡ് ടീമിനെ പിടിച്ചു നിർത്തുന്നു. അപ്പുറത്ത് PSG നമ്മൾ നോക്കാനായിട്ടാണ് ഫുൾ യങ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്നു. ഇന്റർ മിലാന്റെ ഇത് നോക്കുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പവാർഡും ഫ്രട്ടേസിയാണ്. 30 മില്യന് താഴെയാണ് അവർ ഈ 2 പേർക്കും പ്രേ ചെയ്തത്. സോ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ബാർസ, റയല്, PSG അതുപോലെ യുണൈറ്റഡിന്റെ ഒക്കെ ബഡ്ജറ്റോ അല്ലെ അവർ ഒരു പ്ലെയറിൽ ഇറക്കുന്ന ഫണ്ടൊക്കെ വെച്ച് നമുക്ക് ഇന്റർ മിലാനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻസാഗി അവിടെ ചെയ്യുന്ന വണ്ടേഴ്സ് ആണ്. പലരും സർപ്രൈസ്ഡും അല്ല, കാരണം ഇന്റർ മിലാൻ പല പണ്ഡിച്ചൻ ഇവൻ ഇൻക്ലൂഡിങ് മീ വൺ ഓഫ് ദ ഫൈനലിസ്റ്റ് ആയിരുന്നു ഈ സീസണിൽ. സോ റിയലി സർപ്രൈസിങ്. അപ്പുറത്ത് PSG നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് PSG എന്ന് പറയേണ്ടി വരും. വിത്തൗട്ട് എ ഡൗട്ട് അവർ ആ മിഡ്ഫീൽഡ് മാൻ വിറ്റീന, ഫാബിയാൻ റൂയിസ്, ജാവനവസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അവരുടെ ഫുൾ ബാക്സ് ആയ ഹക്കീമി, നൂനോ മെൻഡസും അവരുടെ ഗോൾ ഔട്ട്പുട്ട് നോക്കുക. ഹക്കീമിക്ക് 4 ഗോളും 1 അസിസ്റ്റും, നൂനോ മെൻഡസിന് 3 ഗോളും 5 അസിസ്റ്റുമാണ് ചാമ്പ്യൻസ് ലീഗിലുള്ളത്. സോ സീരിയസ് നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ഡെമ്പല്ലയുടെ മാരക ഫോം.
കവറസ്കേലിയാനെ അവർ ജാനുവരിയിൽ ആഡ് ചെയ്തത് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഡെസറഡു ബർക്കോള, ഞാൻ ഗോൺസാല റാമോസ് കൂടെ ഓഫ് ദ ബെഞ്ച് ഇറങ്ങി ഔട്ട്പുട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നാ പറയുക, സൂപ്പർ ടീം അല്ലേ, ഒരു ഒന്നൊന്നര ടീം, വേറെ ലെവൽ ടീം തന്നെ പറയേണ്ടി വരും. ആൻഡ് ഇപ്പൊ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ രണ്ട് ടീമിന്റെ മെട്രിക്സ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പാസ് പെർ ഡിഫൻസീവ് ആക്ഷൻ ഉള്ള ടീം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ PSG ആണ്. അതേ സമയത്ത് ഏറ്റവും വേസ്റ്റ് പാസസ് പെർ ഡിഫൻസീവ് ആക്ഷൻ ഉള്ള ടീം ഇന്റർ മിലാനാണ്. സോ അതായത് ഒപ്പോണന്റിന് ബോൾ കൊടുത്ത് അവർ കളിക്കാൻ അലോ ചെയ്യും, അത്ര അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്ന ഒരു സൈഡ് അല്ല ഇന്റർ മിലാൻ. അതേ സമയത്ത് PSG നേരെ തിരിച്ചാണ്, ഏറ്റവും അഗ്രസീവായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ടീം PSG ആണ്. അതേ സമയത്ത് ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ്, അതാണ് നമ്മൾ പറയുന്നത് ഇൻസാഗിയുടെ ഒരു ബിഗ്ഗസ്റ്റ് ഇതെന്നാന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് നമ്മൾ കണ്ടു, എസ്പെഷ്യലി ആ സെക്കൻഡ് ലെഗിൽ ഫസ്റ്റ് ഹാഫിൽ അഗ്രസീവ്ലി വന്ന് പ്രസ് ചെയ്യണം. നമ്മൾ ഇന്റർമില്ലിൽ അടുത്ത അഗ്രസീവ് വന്ന് കണ്ടിട്ടില്ല, പക്ഷെ അഗ്രസീവ്ലി വന്ന് ടാക്ടിക്കലി അതായിരുന്നു വേണ്ടത്. ബാർസലോണയെ പ്രസ് ചെയ്യുന്നു, ബാർസലോണ ആ പാടെ ക്രംബിൾ ആവുന്നു. സോ PPDയെ ഇംപ്രൂവ് ചെയ്യണേ ഞങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾ ചുമ്മാ സിറ്റ് ബാക്ക് ചെയ്യല്ല, അഗ്രസീവ് പ്രസ് ചെയ്യണേ ഞങ്ങൾക്ക് ചെയ്യാനറിയാം, ഫേസസ് ചെയ്യാനറിയാമെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലീഗ് ഫേസിൽ ഡിഫൻസീവ് ഇത് നോക്കാനായിട്ടാണെങ്കിൽ 15 പോയിന്റ് സംതിങ് ആണ് എക്സ്പെക്റ്റഡ് എന്താ പറയുക ഷോട്ട് ഓൺ ടാർഗറ്റിൽ നിന്ന് കൺസീഡ് ചെയ്യേണ്ട ഗോൾ. അതേ സമയത്ത് അവർ 10 ആ ഒരു ഫേസിൽ നിന്ന് കൺസീഡ് ചെയ്തിട്ടുള്ളൂ നോക്കൗട്ട്സിൽ. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്റർ മിലാൻ ഏറ്റവും കൂടുതൽ ഷോട്ട്സ് കൺസീഡ് ചെയ്ത സൈഡും ഇന്റർ മിലാനാണ്. പക്ഷേ ആ കൺസീഡ് ചെയ്ത ഷോട്ട്സിൽ 59 ഓൺ ടാർഗറ്റ് ആണ്, അതിൽ 48 സോമർ സേവ് ചെയ്തു. ആൻഡ് അതായത് നമ്മുടെ എക്സ്പെക്റ്റഡ് വളരെ കുറവാണ്. എക്സ്പെക്റ്റഡ് ഷോട്ട്സ് അങ്ങനെ 0.08 അങ്ങനെയാണ് പെർ ഷോട്ടിന്റെ. അതായത് എക്സ്പെക്റ്റഡ് ഷോട്ട് ഓൺ ടാർഗറ്റിൽ ഗോളായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഇത് 0.08 അങ്ങനെയാണ്. സോ ലോ ക്വാളിറ്റി ചാൻസുകളാണ് ഒപ്പോണൻസിന് ഇന്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതേ സമയത്ത് PSG നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ എടുത്ത ടീമാണ്. ബാർസലോണ അതിനെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ടീമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ടീം, ഏറ്റവും കൂടുതൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എടുത്ത ടീം. അങ്ങനത്തെ മെട്രിക്സ് നോക്കാനായിട്ടാണെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന സൈഡാണ് PSG. സോ ഈ ഒരു മത്സരത്തോട്ട് വരുമ്പോൾ ഡിഫറെന്റ് ഡൈനാമിക്സ് രണ്ട് എൻഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാവുന്ന ഒരു ടീമാണ്. അപ്പുറത്തൊരു പ്രസിംഗ് മോൺസ്റ്റേഴ്സ് ടീം, ഇപ്പുറത്ത് ഈവൻ ദോ പ്രസിംഗ് മോൺസ്റ്റേഴ്സ് ആവാൻ സാധിക്കുമെങ്കിലും കുറച്ചുകൂടെ എന്നാ പറയുക വെയിറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ടീം. സോ ഈ ഒരു മത്സരത്തിനോട് വരുമ്പോൾ ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ്സ് എന്ന് പറയാ? എക്സ്പീരിയൻസ് PSG എക്സ്പീരിയൻസ് ഇന്റർ മിലാൻ ഗുണം ചെയ്യുക. കാരണം കഴിഞ്ഞ 3 വർഷത്തിനിടെ രണ്ടാമത്തെ ഫൈനലാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഇന്റർ മിലാൻ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വൺ ഓഫ് ദ റീസൺ സിരിയയിൽ ഒരു ക്ലബ്ബ് നേടിയിട്ട് കുറേ നാളായി. ലെറ്റ് ദം വിൻ. സിരിയക്ക് നമ്മൾ നോക്കാനായിട്ടാണ് കഴിഞ്ഞ 2-3 സീസണാണ്, എസ്പെഷ്യലി ഈ സീസണൊക്കെ ഇറ്റാലിയൻ ലീഗിലോട്ടുള്ള വ്യൂവർഷിപ്പ് നല്ലപോലെ കൂടുന്നുണ്ട്. ഈവൻ നമ്മുടെ നാട്ടിലാണല്ലോ ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ് ടു സീ. സോ ഒരു സിരിയ ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് അടിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പുറത്തെ PSG അടിക്കുകയാണെങ്കിൽ മാൻ ഫോർ ഈവൻ ദോ ലൂച്ചോ ഡിസേർവ്സ് ഇറ്റ്, പറയാതിരിക്കാൻ വയ്യ. ഫോർ ലൂച്ചോ ഐ വിൽ ബി റിയലി ഹാപ്പി. മറ്റ് പ്ലേയേഴ്സും എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ഫോർ ലൂയിസ് എൻട്രിക്ക് ഐ വിൽ ബി റിയലി ഹാപ്പി PSG വിൻസ് ഇറ്റ്. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണ്? PSG-യുടെ സ്ട്രെങ്തും ഇന്ററിന്റെ സ്ട്രെങ്തും. ഇപ്പൊ PSG-യുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആണ് അവരുടെ മിഡ്ഫീൽഡ് ഈസ് എ കീ ബ്രോ. അത് അവരുടെ ഫുൾ ബാക്സ് ഈസ് എ കീ, അവരുടെ അറ്റാക്കേഴ്സും കീ ആണ്. കവറസ്കേലിയ, ഡെംബലെ, ഡെസറഡു, ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ല. ബാർസലോണയ്ക്ക് അഗെയിൻസ്റ്റ് നമ്മൾ കണ്ടു യമാൽ ഇട്ട് കീറി. അപ്പുറത്ത് റഫീന സെക്കൻഡ് ഹാഫിൽ ഗെയിമിലോട്ട് ഇൻവോൾവ് ആവാൻ തുടങ്ങിയപ്പോൾ ഇന്റർ മിലാൻ റിയലി സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ. മെയിൻലി ഇന്റർ മിലാൻ എന്താണ് വളരെ കോമ്പാക്റ്റ് ആണ്, ഒരു കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യും. PSG-നെ ക്രോസസ് ഇടാനായിട്ട് ഫോഴ്സ് ചെയ്താൽ, ഇപ്പോൾ ക്രോസസ് ഇട്ട് കളിക്കാനായിട്ടുള്ള കളി തുടങ്ങിയാൽ ഇന്റർ മിലാൻ വിൽ ബി ഹാപ്പി. അവർക്ക് ബസ്തോണി, അക്കർബി, ഇപ്പൊ പവാഡ് ഒക്കെ പോലത്തെ സ്ട്രോങ് പ്ലേയേഴ്സ് ഉണ്ട്, ബിസ്സൊക്കെ. സോ ടറാമി ഉണ്ട്, അതുപോലെ തന്നെ തുറാമുണ്ട്. ഇങ്ങനത്തെ ടോൾ ഫിസിക്കൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. സോ കോർണേഴ്സ് ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സിറ്റ് ബാക്ക് ചെയ്ത് ക്രോസസ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലോട്ടൊക്കെ വരുമ്പോഴേ ദേ ആർ കംഫർട്ടബിൾ, അവർക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് ആ ബിറ്റ്വീൻ ദ ലൈൻസ് PSG-ക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിച്ചാൽ കവറസ്കേലിയ, ഡെസറഡു, ഡെംബലെ ഇവരൊക്കെ ബിറ്റ്വീൻ ദ ലൈൻസ്, ഹക്കീമി നമുക്കറിയാം ഇൻവേർട്ട് ചെയ്ത് ഏറ്റവും ഒഫൻസീവ്ലി കയറി പോകുന്ന ഒരു പ്ലെയർ. പലപ്പോഴും ഒരു സെന്റർ ഫോർവേഡ് റോളിലൂടെ ഹക്കീമി നമുക്ക് സ്പേസസ് ഉണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. ആർസണൽ മാച്ച് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടു. സോ അതാ പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് ക്രിയേറ്റ് ആക്കുക, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അത് PSG-യുടെ സ്ട്രെങ്ത് ആണ്. അതേസമയത്ത് ഇന്റർ മിലാൻ വളരെ കോമ്പാക്റ്റ് ആയിട്ട് നിന്ന് ആ ലൈൻസ്, അത് ആ ബിറ്റ്വീൻ ദ ലൈൻ സ്പേസസ് ഒപ്പോണന്റിന് ഇല്ലാതാക്കുക, അത് എന്താ പറയുക ഇന്റർ മിലാന്റെ സ്ട്രെങ്താണ്. സോ ഇന്റർ മിലാനോ ഇവരെ വൈഡ് ഏരിയാസിലോട്ട് ഫോഴ്സ് ചെയ്ത് ക്രോസുകൾ ഇടാനായിട്ട് ഫോഴ്സ് ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. പക്ഷെ അത് ഓൾമോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡംഫേഴ്സിനെ അറിയാം ഈ മാച്ച് ഹി വിൽ ബി ഫേസിങ് ന്യൂനോ മെൻഡസ് വേഴ്സസ് ഡംഫേഴ്സ് ബാറ്റിൽ വരും. സോ ഡംഫേഴ്സിനും അത്ര ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് കിട്ടിയ ഒരു ഫ്രീഡം എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പുള്ളിക്ക്
ഡിഫെൻസീവ്ലിയും നല്ലപോലെ അവെയറായി നിന്നേ പറ്റൂ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മളിപ്പം പി എസ് ജിയുടെ ഈ സ്ട്രെങ്ത് പറയുമ്പോഴും പി എസ് ജിയുടെ വീക്ക്നെസ്സുകളൊന്നും എന്താണെന്ന് വെച്ചാൽ ഫിസിക്കാലിറ്റി അവർക്കൊരു വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമാണ്. ഗെയിം ഫിസിക്കലായാലും തുറാമും ലൗത്താറയും പോലത്തെ അഗ്രസീവായ ഫിസിക്കലായ സ്ട്രൈക്കേഴ്സ് അഫ്രണ്ടാണ്. പാച്ചോയും മാർക്യൂനസിനും അത് മീറ്റ് ചെയ്യാൻ സാധിക്കുമോ? എസ്പെഷ്യലി മാർക്യൂനസ് ആൻഡ് പാച്ചോ തുറാമിന് അഗെയിൻസ്റ്റ് എങ്ങനെ നിൽക്കും എന്നുള്ളത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ലൗത്താറോ ഡ്രോപ്പ് ചെയ്യുകയാണ്, സ്പേസസ് എക്സ്പ്ലോറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്, തുറാമിന്റെ ഹോൾഡ് പ്ലേ ഇംപ്രൂവ് ചെയ്യുകയാണ്, പുള്ളിയുടെ പീക്കിലാണെങ്കിൽ മാർക്യൂനസ് ആൻഡ് പാച്ചോ കൂട്ടിയാലും ഫിസിക്കലി തുറാമിനോടൊപ്പം പിടിച്ചിരിക്കാൻ പാടോ? സോ നമുക്കറിയാം ന്യൂനോ മെൻഡസ് ആണെങ്കിലും ഹക്കിമിയാണെങ്കിലും അത്യാവശ്യം അഗ്രസീവ്ലി കയറി പോകാറുണ്ട്. ആൻഡ് അവർ മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിലും അഗ്രസീവ്ലി ചെന്ന് പ്രസ് ചെയ്യാറുണ്ട്. സോ ട്രാൻസിഷനിൽ ഇന്റർ മിലാൻ ഹേർട്ട് ചെയ്യാനായിട്ട് നല്ലപോലെ സാധിക്കും. കാരണം പി എസ് ജി അഗെയിൻസ്റ്റ് സ്പേസ് അവർ തരും. ട്രാൻസിഷനിൽ നല്ലപോലെ പി എസ് സിനെ ഹേർട്ട് ചെയ്യാൻ സാധിക്കും. യെസ്, നമ്മൾ ആർസണൽ അഗെയിൻസ്റ്റ് അവർ ബോഡീസ് കമ്മിറ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റുകൾ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഫുൾ 90 മിനിറ്റ്സ് അങ്ങനെയല്ല അവർ ചെയ്തത്. സോ ഇതൊരു ഫൈനലുമാണ്. ഇപ്പോൾ സെക്കൻഡ് ലെഗോ ഫസ്റ്റ് ലെഗോ അങ്ങനെയൊന്നുമില്ല. സോ ലീഡ് എടുത്തു ലാസ്റ്റ് 10-15 മിനിറ്റ്സ് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ലൂച്ചോ അത് ചെയ്യും. പുള്ളി സ്പേസസ് കൊടുക്കാൻ നമ്മൾ പ്രാഗ്മാറ്റിസം ഈ സീസൺ എടുക്കുന്ന നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ ഗെയിമിലെ മെജോറിറ്റി ടൈമും പി എസ് ടി പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്ത് കളിക്കുന്നത്. ഇന്റർ മിലാൻ ഡിഫെൻഡ് ചെയ്ത് ട്രാൻസിഷന് ഹേർട്ട് ചെയ്യാനും പോകുന്നതായിരിക്കും നമ്മൾ കാണാനായിട്ട് പോവുക. സോ ആരവരുടെ ഡ്യൂട്ടി ബെറ്റർ ആയിട്ട് ചെയ്യും? ഡിഫെൻസീവ്ലി ആര് ബെറ്റർ ആയിരിക്കും? ഇപ്പം ബിറ്റ്വീൻ ദ ലൈൻസ് പി എസ് ജിനെ ബ്ലോക്ക് ചെയ്യാൻ ഇന്റർ മിലാന് സാധിച്ചാൽ ഇന്റർ മിലാൻ ഡു ഹാവ് ആൻ അഡ്വാൻറ്റേജ്. അതേസമയത്ത് ബിറ്റ്വീൻ ദ ലൈൻസ് ഇന്റർ മിലാനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പി എസ് ജി ഡു ഹാവ് ദ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ട്രാൻസിഷനിൽ നമ്മൾ നോക്കുമല്ലോ, ട്രാൻസിഷനിൽ ഇന്റർ മിലാനെ പൂട്ടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അത് ലൂച്ചോയ്ക്ക് അറിയാം. ബരേല, മിക്കിത്താരിയൻ, ഇപ്പം മിക്കിത്താരിയൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, ഫ്രട്ടേസി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല. ബട്ട് ബരേല, മിക്കിത്താരിയൻ, ചലനോളു മിഡ്ഫീൽഡ് 3 റിയലി അഗ്രസീവ് ആണ്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പുറത്ത് വിറ്റീന, ഫാബിയാൻ റൂയിസ്, ജോവനോസ് റിയലി എന്നാ പറയാ, ഇതും എക്സൈറ്റിംഗ് ആണ്, അഗ്രസീവ് ആണ്, കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. സോ എനിത്തിങ് ഈസ് പോസിബിൾ. മിഡ്ഫീൽഡ് ബാറ്റിൽ ആര് വിൻ ചെയ്യും അത് അനദർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ബാറ്റിലോട്ട് വരുമ്പോഴേക്കും ബിറ്റ്വീൻ ദ ലൈൻസ് പി എസ് ജിയെ ബ്ലോക്ക് ചെയ്യാൻ ഇന്റർ മിലാന് സാധിച്ചാൽ ഇന്റർ മിലാൻ ഈസ് വിന്നിങ് ദ ടൈറ്റിൽ. പക്ഷെ അത് എളുപ്പമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പി എസ് ജിക്ക് സാധിച്ചാൽ ഡിഫെൻസീവ്ലി ഇന്ററിനെ കുറച്ച് ട്രാൻസിഷനിൽ കൂട്ടാൻ പാടായിരിക്കും പി എസ് ജിക്ക്. പക്ഷെ ഒഫെൻസീവ്ലി ഞാനീ പറഞ്ഞ ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ്പ്ലോയിറ്റഡ് ആക്കാനായിട്ട് പി എസ് ജിക്ക് സാധിച്ചാൽ ഇന്റർ മിലാൻ വിൽ ക്രംബിൾ, പി എസ് ജി വിൽ വിൻ ദ ടൈറ്റിൽ. പക്ഷേ അതേസമയത്ത് ആ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇന്റർ മിലാൻ ഡു ഹാവ് ആൻ അഡ്വാൻറ്റേജ്. കാരണം കൗണ്ടർ അറ്റാക്സിൽ ഇന്റർ മിലാനെ ബ്ലോക്ക് ചെയ്യുക പി എസ് ജിക്ക് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഫൈനലിലോട്ട് വരുമ്പോൾ ഉള്ള ഒപ്പീനിയൻ എന്ന് പറയാം? ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയലി എക്സൈറ്റിംഗ് ഫൈനൽ. ഒരു ടെൻഷൻ ഇല്ലാതെ ഒരു ന്യൂട്രൽ എന്ന രീതിയിൽ ഇരുന്ന് കാണാം. സോ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്ന് പറയാം, ഒപ്പീനിയൻസ് പറയാം, നമുക്ക് വൈകിട്ട് കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, എല്ലാവരും വിന്നർ ആരായിരിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുക. ലെറ്റ്സ് സീ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ലൈനപ്പിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ആപ്പാടെ എനിക്ക് ഇന്റർ മിലാനിലുള്ള ഒരു കൺഫ്യൂഷൻ, മിക്കിത്താരിയൻ ഓർ ഫ്രട്ടൈസി സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ബിസക്ക് സ്റ്റാർട്ട് ചെയ്യുമോ അതോ പവാർഡ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ട് ടീമിലും വലിയ ഇഞ്ചറി ഇഷ്യൂസ് ഒന്നും ഇല്ല. സോ ഐ തിങ്ക് ഡിമാർക്കോ ഈസ് സ്റ്റാർട്ടിങ്, ഡംഫേഴ്സ് ഈസ് സ്റ്റാർട്ടിങ്. എൻ്റെ ലൈനപ്പ് ഇന്റർ മിലാൻ്റെ പറയാനായിട്ടാണ് ഐ തിങ്ക് സോമർ ഇൻ ഗോൾ, ഡിമാർക്കോ, ഡംഫേഴ്സ്, ബസ്തോണി, അക്കർബി, പവാർഡ് ആയിരിക്കും തോന്നുന്നുണ്ട്. ബിസക്ക് ഒരു പോസിബിലിറ്റിയാണ്. മിഡ്ഫീൽഡ് ഐ തിങ്ക് മിക്കിത്താരിയൻ വിൽ ബി സ്റ്റാർട്ടിങ്. മിക്കിത്താരിയൻ ചലനോളു ബരേല ആയിരിക്കും. ഫ്രണ്ടിൽ തുറാം, ലൗത്താറോ. അപ്പുറത്ത് പി എസ് ജിയിൽ വലിയ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. അവരുടെ ലൈനപ്പ് നമുക്ക് ഓൾമോസ്റ്റ് ഷുവറാണ്. ഇറ്റ്സ് പാച്ചോ, മാർക്യൂനോസ്, ഡൊണറൂമ, അതുപോലെ തന്നെ രണ്ട് വിങ് ബാക്സ് ആയിട്ട് ന്യൂനോ മെൻഡസ്, ഹക്കിമി. മിഡ്ഫീൽഡ് 3 ജോവനോസ്, വിറ്റീന, ഫാബിയാൻ റൂയിസ്. ഫ്രണ്ടിൽ ഡെസർഡു ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, ബർക്കോളോ ബെഞ്ചിലായിരിക്കും. കവറസ്കേലിയ, അൻഡംബെൽ എന്നൊരു ഫീലുണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പേഴ്സിന്റെ ബാറ്റിലും കൂടാണ് സോമർ വേഴ്സസ് റോണറൂമ. ഷൂട്ട് ഔട്ടിലോട്ട് പോയ എപ്പിക് ഐറ്റം ആയിരിക്കും. കാരണം രണ്ട് ടീമിന് നല്ല പെനൽറ്റി ടേക്കേഴ്സ് ഉണ്ട്, രണ്ട് വേൾഡ് ക്ലാസ് ഗോൾ കീപ്പേഴ്സും ഉണ്ട്. സോ അതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആൻഡ് രണ്ട് ടീമിന്റെയും ഗോൾ കീപ്പേഴ്സ് കാരണമാണ് അവർ ഫൈനലിൽ കളിക്കുന്നതെന്നും പറയാതിരിക്കാൻ വയ്യ. ലിവർപൂളിന് അഗെയിൻസ്റ്റ് ഡൊണറൂമ മാസ്റ്റർ ക്ലാസ്, എസ്പെഷ്യലി അറ്റ് ആൻഫീൽഡ്. അതുപോലെ തന്നെ ആർസണലിന് അഗെയിൻസ്റ്റ് നമ്മൾ സെക്കൻഡ് ലെഗിൽ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ ആർസണൽ വേർ റിയലി ത്രെറ്റനിങ്, എസ്പെഷ്യലി ക്രോസസും സെറ്റ് പീസസിനും ആർസണൽ റിയലി ഡേഞ്ചർ ആയിരുന്നു. സോ ഇന്റർ മിലാൻ, അതും കൂടെ എടുത്ത് പറയണം, ഇന്റർ മിലാന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? അവരുടെ സെറ്റ് പീസ്. പി എസ് സി സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ വീക്കുമാണ്. സോ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതാണ് പറഞ്ഞത്, ഡിഫെൻസീവ്ലി ഇന്ററിന് പൂട്ടാൻ സാധിച്ചാൽ സെറ്റ് പീസ് ത്രൂവോ ട്രാൻസിഷനിലോ ഇന്റർ ഈസ് ഗോയിങ് ടു സ്കോർ. ഡിഫെൻസീവ്ലി ആ ഒരു ബിറ്റ്വീൻ ദ ലൈൻസ് ബ്ലോക്ക് ചെയ്യാൻ ഇന്റർ ഗോൾ അടിക്കും. പി എസ് സിയിൽ വീക്ക്നെസ്സുകളുണ്ട്, എസ്പെഷ്യലി സെറ്റ് പീസ് സിറ്റുവേഷനിൽ നിന്ന് ഇന്ററിന് അടിക്കാം, അല്ല ട്രാൻസിഷനിൽ നിന്ന് അടിക്കാം. സോ അതാ പറഞ്ഞത്, ഡിഫെൻസീവ്ലി ഇന്റർ ഒന്ന് സോളിഡ് ആയത് ദാറ്റ്സ് ഗോയിങ് ടു ഇന്ററിന്റെ കയ്യിൽ ഈ കളി ഇരിക്കും. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു.
സോ അതും എടുത്ത് പറയണമെന്ന് തോന്നി. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഒപ്പീനിയൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.